അങ്ങനെ ഇന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് അങ്ങ് തുടങ്ങിയിട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്നാ കാര്യം, ഫസ്റ്റ് ഡേ തന്നെ മൂഞ്ചിപ്പോയി. എന്ത് പറ്റിയെന്നല്ലേ പറയാട്ടോ. കൃത്യം 9 മണിക്ക് കോളേജിൽ ചെല്ലാമെന്ന് പറഞ്ഞാൽ 8:30 എണീറ്റ് ഞാനൊരു ചായ പോലും കുടിക്കാതെ കോളേജിൽ ചെന്നിട്ട് 10:30 അവിടുന്ന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു ദുനിയാവി കൊണ്ട് ബസ് നിർത്തിയിട്ടു. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി നമുക്കില്ലായിരുന്നു. ആ ബസ്സേ തന്നെ ഇരിക്കലല്ലാതെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഇതറിഞ്ഞായിരുന്നേ വല്ല ചായ കുടിച്ച് പയ്യെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയിടാനാണ് അവിടെ നിന്ന് ഇത്ര സ്പീഡിൽ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കമ്മ്യൂണിറ്റി പോസ്റ്റിങ് ഇങ്ങനെ തന്നെ അങ്ങ് മൂഞ്ചിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തലയൊക്കെ വേദനിച്ചപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ക്യൂട്ടായിട്ട് അഭിനയിച്ചു. പിന്നെ നമ്മളൊരു 12 മണിയപ്പോൾ തിരിച്ച് കമ്മ്യൂണിറ്റി ലാബിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ കോളേജിലോട്ട്. എന്നിട്ട് നമ്മൾ എഴുതി വെച്ച പ്രൊസീജിയർ നമ്മളെ തന്നെ വായിച്ച് ഏൽപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പരിപാടിയാണെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട. ഇതൊക്കെ എന്നാൽ നേരത്തെ ചെയ്യിപ്പിച്ചിട്ട് ഇവർക്ക് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ പോരായിരുന്നു. അതൊന്നും ചെയ്യില്ല. അങ്ങനെ 1 മണി വരെ വിശന്ന് കുത്തി മനുഷ്യനെ കമ്മ്യൂണിറ്റി ലാബിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ അവരുടെ അടുത്ത പ്ലാൻ കമ്മ്യൂണിറ്റി ലാബിന് മൊത്തത്തിലങ്ങ് തീയിടാനായിരുന്നു. കണ്ടില്ലേ മണ്ണെണ്ണ വിളക്ക് നിന്നങ്ങ് കത്തുന്ന. അല്ല കേട്ടോ, ഇത് നമ്മുടെ യൂറിൻ വെച്ച് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറിനൊന്നുമില്ല, നമുക്ക് സൊല്യൂഷൻ മാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്ത് നോക്കാനുള്ളൂ. ഈ പ്രൊസീജിയേഴ്സ് വേണം ഇനി നമ്മൾ മുമ്പോട്ടങ്ങ് ചെയ്യാൻ. എന്നാണെന്നറിയത്തില്ലെന്നേ, യൂറിനൊക്കെ ഭയങ്കര ക്ഷാമോ, ആരും അങ്ങ് സഹകരിക്കുന്നില്ല. ഇനി എന്താവുമെന്ന് നാളെ നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.